ഹായ്, വെൽക്കം ടു എൻട്രി. അപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ഇനി വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ബജറ്റ് അവതരിപ്പിച്ച് നമ്മളെല്ലാം വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അതായത് 2025-26 ഫൈനാൻഷ്യൽ ഇയറിലേക്ക് വേണ്ടിയിട്ടുള്ള ബജറ്റാണ് അവർ പാർലമെന്റിൽ പ്രസന്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു ബജറ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. അതായത് നമുക്കറിയാം PSC എക്സാമുകളിൽ, പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമുകളിലെല്ലാം തന്നെ ബജറ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ട് ടോപ്പിക്കാണ്. കാരണം അതിൽ നിന്ന് ആവർത്തിച്ച് ചോദ്യങ്ങൾ വരും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബജറ്റ് നന്നായിട്ട് അറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് എക്സാമുകളിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ബജറ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു അനാലിസിസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ആദ്യം നമ്മൾ പറയുന്നത് ഒരു റെക്കോർഡിനെ പറ്റിയാണ്. ബജറ്റ് അവതരിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു റെക്കോർഡിനെ പറ്റിയാണ്. അതായത് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിക്കുന്ന വനിതയായിട്ട്, അല്ലെങ്കിൽ വനിതയല്ല, തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിക്കുന്ന വ്യക്തിയായിട്ട് നിർമ്മല സീതാരാമൻ മാറുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന, ഞാൻ പറയുന്ന വാക്കുകൾ അതുപോലെ ശ്രദ്ധിക്കുക, തുടർച്ചയായി ഏറ്റവും കൂടുതൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന വ്യക്തിയായിട്ട് നിർമ്മല സീതാരാമൻ മാറുന്നുണ്ട്. ഇത് കഴിഞ്ഞ വർഷം 2024 ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ തന്നെ ഈ ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത, കാരണം 7 ബജറ്റുകളായപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിക്കുന്ന വ്യക്തിയായിട്ട് നിർമ്മല സീതാരാമൻ മാറി. ഇത്തവണ അത് 8 ആയിട്ട് മാറി. തുടർച്ചയായിട്ട് 8 ബജറ്റുകൾ അവതരിപ്പിക്കുന്നു. അതായത് ഇന്ത്യയിൽ ഒരു വ്യക്തി അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റുകളിൽ ഏറ്റവും കൂടുതൽ ബജറ്റാണ് 8 എന്ന് പറയുന്ന എണ്ണം. അപ്പോൾ നിർമ്മല സീതാരാമനാണ് ആ റെക്കോർഡ് കഴിഞ്ഞ വർഷം നേടി. ഇത്തവണ കുറച്ചും കൂടെ ഊട്ടി ഉറപ്പിച്ചു. അത്രയും മാത്രമേ അതിനകത്ത് പറയാനുള്ളൂ. ഇനി ബജറ്റ് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ബജറ്റ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന സാമ്പത്തിക വർഷം, ഇനി അപ്കമിങ് ഫൈനാൻഷ്യൽ ഇയറിലത്തേക്ക് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്ന ചെലവ്, ആ ചെലവുകൾക്ക് വേണ്ടി എങ്ങനെ വരുമാനം കണ്ടെത്താം എന്ന് പാർലമെന്റിനെയും ജനങ്ങളെ അറിയിക്കുന്ന ഒരു സാമ്പത്തിക സ്റ്റേറ്റ്മെന്റ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബജറ്റ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ വീട് വയ്ക്കുമ്പോൾ ബജറ്റ് ഒരു എസ്റ്റിമേറ്റ് ഇടാറുണ്ട്, ഇത്ര രൂപ ഏകദേശം ആകും. അല്ലെങ്കിൽ കമ്പനികൾക്ക് ബജറ്റ് ഉണ്ട്, സംസ്ഥാനങ്ങൾക്ക് ബജറ്റ് ഉണ്ട്, രാജ്യത്തിന് ബജറ്റ് ഉണ്ട്. അപ്പോൾ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എസ്റ്റിമേറ്റ് ഇടുകയാണ്. അടുത്ത വർഷം ഇത്ര ചെലവുണ്ടാകും, അതിന് ഇവിടെ നിന്നെല്ലാം തന്നെ നമുക്ക് വരുമാനം കിട്ടും. അതാണ് ഒരു ബജറ്റ് എന്ന് പറയുന്നത്. ബജറ്റ് അവതരിപ്പിക്കുന്ന ഫെബ്രുവരി 1 അവതരിപ്പിക്കുമ്പോൾ 2025 ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ഉണ്ടാകുക? 2025 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള ഗവൺമെന്റിന്റെ എസ്റ്റിമേറ്റഡ് റെസീപ്റ്റും അതുപോലെ എക്സ്പെൻഡിച്ചറുമാണ് ആ ഒരു ബജറ്റിനകത്ത് പ്രധാനമായിട്ടും ഉണ്ടാകുക. ഇനി ഇത്തവണത്തെ ബജറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഇത്തവണത്തെ ബജറ്റിനകത്ത് ആദ്യമായിട്ട് 6 ഡൊമൈനുകളെ പറ്റി പറയുന്നുണ്ട്. അതായത് ഗവൺമെന്റ് എയിംസ് ടു ഇനിഷ്യേറ്റ് ട്രാൻസ്ഫോർമേറ്റീവ് റിഫോംസ്. അതായത് ഈ 6 ഡൊമൈനുകളിലും ഗവൺമെന്റ് പരിവർത്തനപരമായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന 6 മേഖലകളെ പറ്റി പറയുന്നുണ്ട്. എന്താണ് ഈ 6 മേഖലയുടെ പ്രത്യേകത? വരുന്ന 5 വർഷം ഈ 6 മേഖലകളുമായിരിക്കും ഇന്ത്യയിലെ വളർച്ചാ സാധ്യതയും അതുപോലെ തന്നെ ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ്സിനും ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ 6 മേഖലകളും ആയിരിക്കും എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് 6 മേഖല? 1 ടാക്സേഷൻ, നികുതി. 2 പവർ സെക്ടർ, ഇന്ത്യയിലെ ഊർജ മേഖല. 3 അർബൻ ഡെവലപ്മെന്റ്, നഗരവികസനം. 4 മൈനിങ്, ഖനനം. 5 ഫൈനാൻഷ്യൽ സെക്ടർ, നമുക്കറിയാം സാമ്പത്തികപരമായിട്ടുള്ള മേഖല. അടുത്ത് റെഗുലേറ്ററി റിഫോംസ്, നമ്മൾ ഈ പറയുന്ന റെഗുലേഷനിലേക്ക് കൊണ്ടുവരുന്ന റിഫോംസ്, മാറ്റങ്ങൾ. അപ്പോൾ ഈ 6 ഡൊമൈനുകൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിനെപ്പറ്റി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അടുത്തത് ഈ ബജറ്റിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് ആസ്പിറേഷൻ ഫോർ വികസിത് ഭാരത്. ഗവൺമെന്റ് വികസിത ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള ആസ്പിറേഷൻസ് ആയിട്ട് കരുതുന്നത് എന്തൊക്കെയാണ്? വികസിത് ഭാരത് എന്താണെന്നുള്ളത് നമുക്കറിയാം. എന്താണ് വികസിത് ഭാരത്? ഡെവലപ്ഡ് ഇന്ത്യ. നമുക്കറിയാം ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് രാജ്യമാണല്ലേ. പക്ഷെ ഇന്ത്യനെ ഡെവലപ്മെന്റ്, അതായത് ഡെവലപ്ഡ് രാജ്യമാക്കി മാറ്റുക, അതാണ് വികസിത ഭാരതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള ആസ്പിറേഷൻസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. പ്രധാനമായിട്ടും പറയുന്ന 5 കാര്യങ്ങൾ. 1 ആക്സിലറേറ്റ് ഗ്രോത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന വളർച്ചേനെ ഒന്ന് വേഗത്തിലാക്കുക, ത്വരിതപ്പെടുത്തുക, വളർച്ചേനെ വേഗത്തിലാക്കുക. മറ്റൊന്ന് സെക്യൂർ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്. അതിന്റെ അർത്ഥം എന്താണ്? സമഗ്രമായിട്ട് എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുന്ന, എല്ലാവരിലും എത്തുന്ന തരത്തിലുള്ള ഒരു വികസനമായിരിക്കണം. ഇൻവിഗറേറ്റ് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഈ പറയുന്ന സ്വകാര്യ നിക്ഷേപങ്ങളെ കൂടുതൽ ഊർജ്ജപ്പെടുത്തുക. അപ്ലിഫ്റ്റ് ഹൗസ് ഹോൾഡ് സെന്റിമെന്റ്സ്, അതായത് ഗാർഹിക മേഖലയിൽ പ്രത്യേകിച്ച് ജനങ്ങളുടെ വികാരത്തിനെ പിടിക്കുക, അതായത് ജനങ്ങളുടെ ആവശ്യങ്ങൾ കൂടുതൽ പരിഗണന കൊടുക്കുക. എൻഹാൻസ് സ്പെൻഡിങ് പവർ ഓഫ് ഇന്ത്യസ് റൈസിംഗ് മിഡിൽ ക്ലാസ്. നമുക്കറിയാം മധ്യവർഗം അല്ലെ, മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് മധ്യവർഗം. ഈ മധ്യവർഗത്തിന്റെ
ഒരു അവരെ ചെലവാക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അത് കൂടുതലായിട്ട് ഒന്ന് എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. അതിന്റെ അർത്ഥം ഒന്നും ഉദ്ദേശിക്കുന്നത് ഈ മധ്യവർഗത്തിന്റെ കയ്യിലോട്ട് കൂടുതൽ പൈസ എത്തിക്കുക. പൈസ എത്തിച്ചാൽ മാത്രമല്ലേ അവർക്ക് കൂടുതൽ ചിലവാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ പൈസ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മാർഗ്ഗം ഈ ബജറ്റിനകത്ത് ഉണ്ടാവത്തില്ലേ? ഉണ്ട്. അതാണ് നമ്മൾ ഈ പറയുന്ന പോലെ നികുതി കുറയ്ക്കുന്നു. നിങ്ങൾ വാർത്തകളിൽ കണ്ടില്ലേ, നികുതി കുറയ്ക്കുന്നു. അതായത് നികുതി കുറയ്ക്കുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് 12 ലക്ഷം വരെ ഉള്ള ആൾക്കാർ നികുതി കൊടുക്കേണ്ട എന്നൊക്കെ പറയുന്നില്ല. അതെന്താ മധ്യവർഗത്തിനെ ഉദ്ദേശിച്ച പ്രധാനമായിട്ടും പറയുന്നത്, മിഡിൽ ക്ലാസ്. ഗവൺമെന്റ് പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയുന്നുണ്ട് എന്താണ് ഈ പറയുന്ന പോലെ മധ്യവർഗത്തിന് ഊന്നൽ കൊടുക്കുന്ന, അവരാണ് ഈ പറയുന്ന രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ശക്തി. അവരെ താല്പര്യപ്പെടുത്തുന്ന, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ ബജറ്റിനകത്ത് ഉണ്ടാവും എന്നൊക്കെ ഗവൺമെന്റ് കൃത്യമായിട്ടും പറയുന്നുണ്ട്. ഈ 12 ലക്ഷം രൂപ വരെ നികുതി ഇല്ല എന്നൊക്കെ പറയുന്ന പ്രധാനമായിട്ട് അവരെ ഊന്നൽ കൊടുത്തിട്ടാണ്. ഇനി അടുത്തത് ഗവൺമെന്റ് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഈ ഒരു വികസിത ഭാരത് അല്ലെങ്കിൽ ഈ ഒരു ഡെവലപ്മെന്റിലോട്ടുള്ള ജേണിയിൽ നമ്മൾ പ്രധാനമായിട്ട് ഊന്നൽ കൊടുക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഗവൺമെന്റ് പറയുന്നുണ്ട്. നമ്മുടെ ഈ വികസനത്തിലോട്ടുള്ള പാതയിൽ നമ്മളെ സഹായിക്കുന്ന എഞ്ചിനുകൾ എന്ന് പറയുന്നത് 4 പ്രധാനപ്പെട്ട എഞ്ചിനാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു യാത്രയിലോട്ട് നമ്മുടെ മുന്നോട്ട് നയിക്കുന്ന 4 എഞ്ചിനാണ്. 1 അഗ്രികൾച്ചർ, കൃഷി. 2 MSME, ചെറുകിട വ്യവസായങ്ങൾ, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ്. 3 ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം. 4 എക്സ്പോർട്ട്, കയറ്റുമതി. അപ്പോൾ ഈ നമ്മുടെ ഡെവലപ്മെന്റിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന 4 പ്രധാനപ്പെട്ട എഞ്ചിനുകൾ അഗ്രികൾച്ചർ, MSP, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എക്സ്പോർട്ട്. ഇനി നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഫ്യുവൽ ഏതാണ്? ഇന്ധനം. നമ്മുടെ റിഫോംസ്, നമ്മൾ കൊണ്ടുവരുന്ന ഈ ഒരു റിഫോമുകൾ തന്നെയാണ്, ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്ന റിഫോമുകൾ. ഇനി നമ്മൾ ഗൈഡിങ് സ്പിരിറ്റ്, മുന്നോട്ട് നയിക്കുന്ന ഗൈഡിങ് സ്പിരിറ്റ് ആ ശക്തി. ഇൻക്ലൂസിവിറ്റി, എല്ലാവരെയും ഉൾപ്പെടുത്തുക, ഇൻക്ലൂസീവ് ആക്കുക. ഇനി അതിന്റെ ഡെസ്റ്റിനേഷൻ, ഇനി ഏത് പാത അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? വികസിത് ഭാരത്, ഡെവലപ്ഡ് ഇന്ത്യ. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ജേർണി ഓഫ് ഡെവലപ്മെന്റിനെ പറ്റി ഒരു ബജറ്റ് പരാമർശിക്കുന്നത്. അടുത്തത്, ഈ ബജറ്റ് 10 ഏരിയാസ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബജറ്റ് 10 ഏരിയാസിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ആ 10 ഏരിയാസിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുമ്പോഴും അത് ഈ 4 ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 10 മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ ഈ ബജറ്റ് കൊടുക്കുന്നുണ്ട്. 10 മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുമ്പോഴും ആ 10 മേഖലകൾക്ക് ഈ ഊന്നൽ കൊടുക്കുന്നതും ഈ 4 ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ടാ, ഈ 4 വിഭാഗക്കാരെ ഫോക്കസ് ചെയ്തിട്ടാ. ഏതാ 4 വിഭാഗക്കാരെന്ന് പറയുന്നത്? 1 ഗരീബ്, പുവർ പീപ്പിൾ. മറ്റൊന്ന് യൂത്ത്, യുവജനങ്ങൾ. അന്നദാത, നമുക്കറിയാം, കർഷകർ, ഫാമേഴ്സ്. നാരി, അതായത് സ്ത്രീകൾ, അല്ലെ, വിമൻ. അപ്പോൾ ഇതിനകത്ത് 4 വിഭാഗക്കാർക്ക് കൂടുതൽ ഊന്നൽ കൊടുത്ത് 10 മേഖലകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബജറ്റിലൂടെ വികസനത്തിന് ഉദ്ദേശിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് 10 മേഖലകൾ? 1 അഗ്രികൾച്ചർ ഗ്രോത്ത് ആൻഡ് പ്രൊഡക്ടിവിറ്റി, അതായത് കാർഷിക വളർച്ചയും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുക. സ്പെറിംഗ് അഗ്രികൾച്ചർ ഗ്രോത്ത് ആൻഡ് പ്രൊഡക്ടിവിറ്റി, വർദ്ധിപ്പിക്കുക കാർഷിക മേഖലയുടെ വളർച്ച, ഉൽപാദനക്ഷമത. ബിൽഡിംഗ് റൂറൽ പ്രോസ്പെറിറ്റി ആൻഡ് റിസൈലൻസ്, അതായത് ഗ്രാമീണ സമൃദ്ധി ഉണ്ടാക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഈ പറയുന്ന പോലെ പ്രതിരോധ ശേഷി കെട്ടിപ്പടുക്കുക. അതുപോലെ ടേക്കിംഗ് എവരി വൺ ടുഗദർ ഓൺ എ ഇൻക്ലൂസീവ് ഗ്രോത്ത് പാത്ത്, എല്ലാവരെയും ഈ ഒരു സമഗ്രമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ബൂസ്റ്റിംഗ് മാനുഫാക്ചറിങ് ആൻഡ് ഫർദറിംഗ് മേക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഈ ഒരു വ്യവസായ മേഖലയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക. അതുവഴി മേക്ക് ഇൻ ഇന്ത്യ ഒന്ന് കൂടുതലായിട്ട് എന്ത് ചെയ്യുക? മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിനെ കൂടുതലായിട്ട് പുഷ് ചെയ്യുക. സപ്പോർട്ടിംഗ് MSME, ചെറുകിട വ്യവസായങ്ങൾ, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസുകൾക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക. ഇനേബിളിംഗ് എംപ്ലോയ്മെന്റ് ലെഡ് ഡെവലപ്മെന്റ്, വികസനം, അതിനൊപ്പം തൊഴിൽ കൂടെ ഉള്ള വികസനം. ദെൻ ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ, എക്കണോമി ആൻഡ് ഇന്നവേഷൻ, ജനങ്ങൾ, സമ്പദ് വ്യവസ്ഥ, നൂതന സാങ്കേതിക വിദ്യ. അതിനുശേഷം സെക്യൂറിംഗ് എനർജി സപ്ലൈസ്, മനസ്സിലായല്ലോ, ഊർജ്ജ മേഖലകളുടെ സംരക്ഷണം. പ്രൊമോട്ടിംഗ് എക്സ്പോർട്ട്, നമ്മുടെ ഇവിടുന്ന് കൂടുതൽ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക. നർച്ചറിങ് ഇന്നവേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബജറ്റ് ഊന്നൽ കൊടുക്കുന്ന 10 ബ്രോഡ് ഏരിയാസ്. ഈ ഏരിയാസിൽ ഊന്നൽ കൊടുക്കുമ്പോഴും ഈ ഏരിയാസിലെല്ലാം തന്നെ സ്പെഷ്യൽ ഫോക്കസ് കൊടുത്തിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? 4 പേരാണ്. ഗരീബ്, പാവപ്പെട്ടവർ. യൂത്ത്, യുവജനങ്ങൾ. അന്നദാത, കർഷകർ. 4 നാരി അല്ലെങ്കിൽ സ്ത്രീകൾ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഓരോ മേഖലകളിലും ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ട പ്രധാനപ്പെട്ട റിഫോമുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് പദ്ധതികൾ, പ്രോഗ്രാമുകൾ നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. അപ്പോൾ ഈ പറയുന്ന പ്രോഗ്രാമുകൾ ഞാൻ ഒരു തവണ മാത്രമാണ് പറഞ്ഞു പോവുക. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ റെക്കോർഡഡ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് അടിച്ച് കേൾക്കാം. കാരണം ഇല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും, വളരെ വലിയ വീഡിയോ ആയി പോകും. അതുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമുകൾ ഒരു തവണ പറയും, അതെന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യും. അടുത്ത പ്രോഗ്രാമിലോട്ട് നമ്മൾ പോകും. അപ്പോൾ നോക്കി, അതിനകത്ത് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, നമ്മുടെ ഗ്രാമവികസനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജന.
അതായത് ഒരു പ്രധാനപ്പെട്ട പദ്ധതി ഏതാണ്? പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജന. അഗ്രി ഡിസ്ട്രിക്റ്റുകൾ, കാർഷിക ജില്ലകൾ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് പ്രധാനമായിട്ടും 100 ജില്ലകളിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ലോ പ്രൊഡക്ടിവിറ്റി, മോഡറേറ്റ് ക്രോപ്പ് ഇന്റൻസിറ്റി, ബിലോ ആവറേജ് ക്രെഡിറ്റ് പാരാമീറ്റേഴ്സ്. അതായത് കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത കുറഞ്ഞ, ക്രോപ്പ് ഇന്റൻസിറ്റി വളരെ കുറഞ്ഞ, ക്രെഡിറ്റ് വളരെ കുറവ് മാത്രം ലഭ്യമായിട്ടുള്ള 100ഓളം ജില്ലകളെ ഫോക്കസ് ചെയ്തിട്ടാണ് ധൻധാന്യ കൃഷി യോജന എന്ന് പറയുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. അത് സ്റ്റേറ്റുകളുമായിട്ട്, സംസ്ഥാനങ്ങളുമായിട്ട് ചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുക. ഇതിന്റെ ഭാഗമായിട്ട് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ, പലതരത്തിലുള്ള ക്രോപ്സ് നമ്മൾ കൃഷിയിൽ കൊണ്ടുവരിക, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, സുസ്ഥിരമായിട്ടുള്ള കൃഷി നമ്മൾ നടപ്പിലാക്കുക, പോസ്റ്റ് ഹാർവസ്റ്റ് സ്റ്റോറേജ് എന്ന് വെച്ചാൽ നമുക്കറിയാം പലപ്പോഴും കാർഷിക മേഖലയിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റോറേജ് ഫെസിലിറ്റി ഇല്ല, അങ്ങനെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നശിച്ചു പോകുന്നു. അതിന് പരിഹാരമായിട്ട് പഞ്ചായത്തും ബ്ലോക്ക് ലെവലിലും ഇത്തരത്തിലുള്ള ഹാർവസ്റ്റ് ഫെസിലിറ്റി, പോസ്റ്റ് ഹാർവസ്റ്റ് ഫെസിലിറ്റി, സ്റ്റോറേജ് ഫെസിലിറ്റി കൊണ്ടുവരിക. കോൾഡ് സ്റ്റോറേജ് ഒക്കെ പോലെ ഇറിഗേഷൻ ഫെസിലിറ്റി, ജലസേചന മാർഗങ്ങൾ, മെച്ചപ്പെട്ട ജലസേചന മാർഗങ്ങൾ, ഫെസിലിറ്റേറ്റ് അവൈലബിൾ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ക്രെഡിറ്റ്. ഇതിന്റെ ഭാഗമായിട്ട് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ക്രെഡിറ്റ്, അതായത് ദീർഘകാല അതുപോലെ തന്നെ ഹ്രസ്വകാല വായ്പാ സംവിധാനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് അനൗൺസ് ചെയ്യുക എന്നുള്ളതും ഏത് പദ്ധതിയുടെ ഭാഗമാണ്? ഈ ഒരു പ്രൈം മിനിസ്റ്റർ ധൻധാന്യ കൃഷി യോജന പദ്ധതിയുടെ ഭാഗമാണ്. ഇനി അടുത്ത രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ആത്മനിർഭരത ഇൻ പൾസസ്. പൾസസ് നമുക്കറിയാം പയറുവർഗ്ഗങ്ങൾ. അതിൽ ആത്മനിർഭരത, സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഒരു പദ്ധതിയാണ് ആത്മനിർഭരത ഇൻ പൾസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 6 വർഷത്തേക്കുള്ള ഒരു മിഷനാണ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഒരു 6 ഇയർ മിഷനാണ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഉറാത്ത് മസൂർ, അതായത് തുവരപ്പരിപ്പ് നമുക്കറിയാം, അതുപോലെ തന്നെ ഉഴുന്ന്, പിന്നെ നമ്മുടെ ദാൽ പരിപ്പ് തുടങ്ങിയതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർക്ക് സ്പെഷ്യൽ ആ വിളകൾക്ക് സ്പെഷ്യൽ ഫോക്കസ് കൊടുത്തൊരു 6 വർഷത്തെ മിഷൻ ഗവൺമെന്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഡെവലപ്മെന്റ് ആൻഡ് കൊമേഴ്ഷ്യൽ അവൈലബിലിറ്റി ഓഫ് ക്ലൈമറ്റ് റിസൈലന്റ് സീഡ്സ്. ഏതൊരു കാലാവസ്ഥയും പ്രതിരോധിച്ച് വളരുന്ന വിത്തിനങ്ങൾ വളർത്തിയെടുക്കുക പയറുവർഗ്ഗങ്ങളിൽ. അതുപോലെ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യുക, വർദ്ധിപ്പിക്കുക. ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത കൂട്ടുക പയറുവർഗ്ഗങ്ങളുടെ. പോസ്റ്റ് ഹാർവസ്റ്റ് സ്റ്റോറേജ്, വിളവെടുത്തതിന് ശേഷം കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി, കർഷകർക്ക് കൃത്യമായിട്ടുള്ള പ്രൈസ്, റെമ്യൂണറേറ്റീവ് പ്രൈസ്, കൃത്യമായിട്ടുള്ള വില ഉറപ്പുവരുത്തുക. ഇതെല്ലാം ആത്മനിർഭരത ഇൻ പൾസസ് എന്ന് പറയുന്ന സ്കീമിനകം വഴി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്തത് റൂറൽ പ്രോസ്പെരിറ്റി ആൻഡ് റിസൈലൻസ് പ്രോഗ്രാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റുകളുമായിട്ട് ചേർന്ന് ലോഞ്ച് ചെയ്യുന്ന, സംസ്ഥാനങ്ങളുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് കാർഷിക മേഖലയിലെ അണ്ടർ എംപ്ലോയ്മെന്റ് പരിഹരിക്കാൻ വേണ്ടി. അപ്പോൾ ശ്രദ്ധിക്കുക, കാർഷിക മേഖലയിലെ അണ്ടർ എംപ്ലോയ്മെന്റ് പരിഹരിക്കുക. എങ്ങനെ? സ്കില്ല് പ്രൊവൈഡ് ചെയ്ത് പുതിയ ടെക്നോളജികൾ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക? പരിഹരിക്കുക എന്നുള്ളതാണ്. ഇനി ഇത് പ്രോഗ്രാമിൽ ഫോക്കസ്. ഈ ഒരു പ്രോഗ്രാം കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കുന്നത് സ്ത്രീകൾ, ഗ്രാമപ്രദേശത്തുള്ള സ്ത്രീകൾ, യുവ കർഷകർ, ഗ്രാമപ്രദേശത്തുള്ള യുവജനങ്ങൾ, ചെറുകിട ഇടത്തരം കർഷകർ, ഈ പറയുന്ന പോലെ ഭൂരഹിതരായിട്ടുള്ള കർഷകർ അല്ലെങ്കിൽ ഫാമിലീസ്, ഇവരെയാണ് എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ടും ഈ ഒരു റൂറൽ പ്രോസ്പെരിറ്റി ആൻഡ് റിസൈലൻസ് പ്രോഗ്രാം ഊന്നൽ കൊടുക്കുന്നത്. പറഞ്ഞ മനസ്സിലായല്ലോ. അണ്ടർ എംപ്ലോയ്മെന്റ് പരിഹരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. മൊത്തത്തിലുള്ള ഒരു വികസനം ഗ്രാമപ്രദേശത്തിന്റെ. അടുത്തത് കോംപ്രിഹെൻസീവ് പ്രോഗ്രാം ഫോർ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. അതായത് നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ കൂടുതൽ ആൾക്കാർ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നു ധനകാര്യമന്ത്രി അവർ പ്രസംഗത്തിനിടയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ എന്താണ്? വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ശ്രീ അന്ന, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശ്രീ അന്ന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന മില്ലറ്റ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട്. ദെൻ മഖാന ബോർഡ് ഇൻ ബീഹാർ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് മഖാന എന്ന് പറയുന്ന താമര വിത്ത്, വാട്ടർ ലില്ലി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫോക്സ് നട്ട് എന്നൊക്കെ പറയുന്ന കാര്യം അറിയില്ലേ? അപ്പോൾ ആ പറയുന്ന താമര വിത്ത് എന്ന് പറയുന്ന ആ ഒരു വസ്തു, അതിൻ്റെ നമുക്ക് അത് റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നുണ്ടല്ലേ? അപ്പോൾ നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് ഈ ഒരു താമര വിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെന്റ് വേണ്ടി ഒരു മഖാന ബോർഡ് ബീഹാറിൽ സെറ്റപ്പ് ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ബീഹാറിന് വാരിക്കോരി എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബജറ്റിനകത്ത് ബീഹാറിന് വാരിക്കോരി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു ബജറ്റിന്റെ വായിച്ചെടുക്കുമ്പോൾ തന്നെ മനസ്സിലാകും. നാഷണൽ മിഷൻ ഓൺ ഹൈ ഈൽഡിംഗ് സീഡ്സ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ദേശീയ മിഷൻ. നമ്മുടെ
ഗ്രീൻ റവല്യൂഷൻ്റെയൊക്കെ ഭാഗമായിട്ട് അത്യുൽപാദന ശേഷിയുള്ള വിത്തൊക്കെ വികസിപ്പിച്ചില്ല, അതുപോലെ തന്നെ ഒരു നാഷണൽ മിഷൻ കൊണ്ടുവരാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. ദെൻ മിഷൻ ഫോർ കോട്ടൺ പ്രൊഡക്ടിവിറ്റി. ഈ പറയുന്ന കോട്ടന്റെ പ്രൊഡക്ടിവിറ്റി, പരുത്തിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു 5-year മിഷൻ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് 5F മിഷനുമായിട്ട് ചേർന്നിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു. എന്താണ് 5F മിഷൻ എന്ന് ചോദിച്ചാൽ, ഈ ഒരു കോട്ടൺ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി അനൗൺസ് ചെയ്തൊരു മിഷനാണ് 5F മിഷൻ എന്ന് പറയുന്നത്. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു മിഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഫാം ടു ഫൈബർ ടു ഫാക്ടറി ടു ഫാഷൻ ടു ഫോറിൻ. അതായത് ഈ കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കോട്ടൺ നൂലുകളാക്കി മാറ്റി ഫാക്ടറിയിലെത്തി ഉൽപ്പന്നങ്ങളാക്കി മാറ്റി മറ്റ് രാജ്യങ്ങളിലോട്ട് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് 5F മിഷന്റെ ഉദ്ദേശം. ഇനി മറ്റൊന്ന് എൻഹാൻസ്ഡ് ക്രെഡിറ്റ് ത്രൂ KCC. KCC എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കിസാൻ ക്രെഡിറ്റ് കാർഡ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഉണ്ടല്ലോ, കർഷകർക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ലോൺ കിട്ടുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം. അതുവഴി ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം നടപ്പിലാക്കുമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. എന്ന് വെച്ചാൽ ഉദാഹരണം, ഇപ്പോൾ 6% പലിശ ഉണ്ടെങ്കിൽ നമ്മൾ 4% പലിശ കൊടുത്താൽ മതി, 2% നമുക്ക് വേണ്ടി ഗവൺമെന്റ് കൊടുക്കും. അതാണ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം. നേരത്തെ 3 ലക്ഷം വരെയാണ് അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ 5 ലക്ഷം വരെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം വഴി കിട്ടുന്നുണ്ട്. യൂറിയ പ്ലാന്റ് ഇൻ ആസാം, നമുക്ക് പ്രധാനമായിട്ടും നോർത്ത് ഈസ്റ്റ് കേന്ദ്രീകരിച്ച് പൂട്ടിക്കിടക്കുന്ന യൂറിയ പ്ലാന്റുകൾ തുടങ്ങുമെന്നും ആസാമിൽ പുതിയൊരെണ്ണം ആരംഭിക്കുമെന്നും പറയുന്നുണ്ട്. ഇന്ത്യ പോസ്റ്റ് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ റൂറൽ എക്കണോമി. ഗ്രാമപ്രദേശത്തെ സമ്പദ് വ്യവസ്ഥകളുടെ ഒരു പ്രേരകമായിട്ട്, വളർച്ചയുടെ ഒരു പ്രേരകമായിട്ട് ഇന്ത്യ പോസ്റ്റിനെ, നമുക്കറിയാം പോസ്റ്റൽ സർവീസിനെ ഗവൺമെന്റ് സ്ഥാപനമായി ഇന്ത്യ പോസ്റ്റിനെ ഉപയോഗിക്കുമെന്ന് ഈ ഒരു ബജറ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ പോസ്റ്റിനെ ഒരു പബ്ലിക് ലോജിസ്റ്റിക്സ് ഓർഗനൈസേഷൻ, ഇത്തരത്തിലുള്ള ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരിടത്ത് നിന്ന് മറ്റൊരിടത്ത് എത്തിക്കാൻ പറ്റുന്ന ഒരു പാഴ്സൽ സർവീസ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ട് മാറ്റും. ഇത് വിശ്വകർമാസ്, അതായത് നമ്മുടെ ലോക്കൽ ആർട്ടിസൻസ് ഉണ്ടല്ലോ, കരകൗശല വിദഗ്ധര്, ചെറിയ ചെറിയ സംരംഭകര്, സ്ത്രീകള്, സ്വയം സഹായ സംഘങ്ങള്, ചെറുകിട വ്യവസായങ്ങള്, വലിയ ബിസിനസ് ഓർഗനൈസേഷൻസിനെല്ലാം തന്നെ ഇന്ത്യ പോസ്റ്റ് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അപ്പോൾ റൂറൽ എക്കണോമി, ഗ്രാമപ്രദേശത്തിന്റെ ഒരു വികസനത്തിന് നമുക്ക് ഇന്ത്യ പോസ്റ്റിനെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഫിഷറീസ്, മത്സ്യബന്ധന മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യ അല്ലെങ്കിൽ ഈ പറയുന്ന ഫിഷ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ അക്വാകൾച്ചർ, മനസ്സിലായല്ലോ, മത്സ്യ ഉൽപാദനം അതുപോലെ അക്വാകൾച്ചർ നടത്തുന്ന ലോകത്തെ ഏറ്റവും വലിയ 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. 60,000 കോടിയോളം രൂപയുടെ സീ ഫുഡ് എക്സ്പോർട്ടാണ് നമുക്ക് ഇവിടെ നടക്കുന്നത്. ദ ഗവൺമെന്റ് വിൽ ബ്രിങ് ഇറ്റ് ഇനേബിളിംഗ് ഫ്രെയിംവർക്ക് ഫോർ സസ്റ്റൈനബിൾ ഹാർനസിംഗ് ഓഫ് ഫിഷറീസ്. ഇന്ത്യയിൽ നമ്മുടെ ഇവിടെ അടുത്തുള്ള തീരപ്രദേശങ്ങൾ കൂടാതെ EEZ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, നമുക്കറിയാം 200 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള ഇന്ത്യൻ ടെറിട്ടോറിയൽ വാട്ടറിന് അപ്പുറത്തുള്ള പ്രദേശങ്ങളും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു മത്സ്യബന്ധന മേഖലയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ഗവൺമെന്റ് ശ്രമം നടത്തും. അതുപോലെ ഹൈ സീ എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ വാട്ടർ, ഒരു രാജ്യത്തിനും പ്രത്യേകിച്ച് അധികാരമില്ലാത്ത കടൽ പ്രദേശങ്ങളിൽ നിന്നും മത്സ്യബന്ധനം നടത്താൻ വേണ്ടി സ്പെഷ്യൽ ഫോക്കസ് ഓൺ ആൻഡമാൻ ആൻഡ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപും ആൻഡമാനും കേന്ദ്രീകരിച്ച് നമ്മൾ മത്സ്യബന്ധനത്തിന് കൂടുതൽ ഗവൺമെന്റ് ഊന്നൽ കൊടുക്കുമെന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി MSME, ചെറുകിട സ്ഥാപനങ്ങളെ പറ്റി നോക്കിക്കഴിഞ്ഞാലോ, ക്ലാസിഫിക്കേഷൻ ഓഫ് MSMEയിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, MSME എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് എന്നാണ്. അതായത് 3 വിഭാഗത്തിലുള്ള വ്യവസായങ്ങളെയാണ് നമ്മൾ MSME എന്ന് ഒറ്റ പേരിട്ട് വിളിക്കുന്നത്. മൈക്രോ എന്ന് പറയുന്ന ഒരു വിഭാഗം, സ്മോൾ വേറൊന്ന്, മീഡിയം വേറൊന്ന്, അതാണ് MSME എന്ന് പറയുന്നത്. അതിന് കുറച്ച് അത് കാറ്റഗറി ആക്കുന്നതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. മൈക്രോ എന്ന് പറയുന്നത് 1 കോടി വരെ ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപവും 5 കോടി വരെ ടേൺ ഓവർ, സെയിൽസുമുള്ള, വിറ്റുവരവുള്ള സ്ഥാപനങ്ങളെയാണ് നിലവിൽ MSME എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ബജറ്റ് വന്നതിന് ശേഷം അത് മാറ്റി. പുതിയത് 2.5 കോടി വരെ നിക്ഷേപവും 10 കോടി വരെ വിറ്റുവരവുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ മൈക്രോ എന്ന് പറയുന്ന മൈക്രോ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇപ്പോൾ ഉൾപ്പെടുന്നുണ്ട്. നേരത്തെ 1 കോടി വരെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് 2.5 കോടിയായി. 5 കോടി വരെ വിറ്റുവരവ് ഇപ്പോൾ 10 കോടിയായി. ഇനി സ്മോൾ എന്ന് പറയുന്ന കാറ്റഗറി ആണെങ്കിലോ, നേരത്തെ 10 കോടി നിക്ഷേപവും 50 കോടി വിറ്റുവരവും സ്മോൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുമെങ്കിൽ ഇപ്പോൾ അത് 25 കോടി നിക്ഷേപവും 100 കോടി വിറ്റുവരവുമാണ് സ്മോൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. മീഡിയം ആണെങ്കിലോ, മുന്നേ 50 കോടി നിക്ഷേപവും 250 കോടി വിറ്റുവരവും മീഡിയത്തിൽ വരുമെങ്കിൽ ഇപ്പോൾ
125 കോടി നിക്ഷേപവും 500 കോടി വിറ്റുവരവുമാണ് ഇപ്പോൾ മീഡിയം എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് പുതിയൊരു കാറ്റഗറി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു റിവിഷൻ നടത്തിയിട്ടുണ്ട്. ക്ലാസിഫിക്കേഷനിൽ ഒരു മാറ്റം എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ മനസ്സിലായോ? ഈ ഒരു MSMEയുടെ കാറ്റഗറി ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയയിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കുക. ഇനി കറന്റ് 1 കോടിയോളം രജിസ്റ്റർ ചെയ്യപ്പെട്ട MSMEകൾ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലായോ? 1 കോടിയോളം രജിസ്റ്റർ ചെയ്യപ്പെട്ട MSMEകൾ ഉണ്ട്. അതിൽ ഏകദേശം 7.5 കോടിയോളം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ മൊത്തം വ്യവസായ മേഖലയുടെ 36%, അതുപോലെ ഇന്ത്യയുടെ കയറ്റുമതിയുടെ 45% ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്ത്യനെ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റാൻ MSMEകൾക്ക് കഴിയുമെന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി സിഗ്നിഫിക്കൻറ്റ് എൻഹാൻസ്മെന്റ് ഓഫ് ക്രെഡിറ്റ് അവൈലബിലിറ്റി വിത്ത് ഗ്യാരണ്ടി കവർ. അടുത്ത മറ്റൊരു പ്രോഗ്രാമാണ് MSMEകൾക്ക് ക്രെഡിറ്റ് അവൈലബിലിറ്റി, അതായത് ഈ പറയുന്ന വായ്പാ സംവിധാനം ക്രെഡിറ്റ് ഗ്യാരണ്ടിയോട് കൂടി, അതായത് നമുക്ക് ഈ ഒരു വായ്പ എടുക്കുമ്പോൾ ഗവൺമെന്റ് ഗ്യാരണ്ടി നിൽക്കും. അപ്പം അത്തരത്തിലുള്ള ക്രെഡിറ്റ് അവൈലബിലിറ്റിയുടെ പരിധി ഉയർത്താൻ വേണ്ടിയിട്ട് ഈ ബജറ്റ് ഗവൺമെന്റ് പറയുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് ആദ്യമായിട്ട് MSMEകൾക്ക് ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അതായത് ഒരു MSMEകൾക്ക് 5 ലക്ഷം രൂപ വരെ ലിമിറ്റ് ഉള്ള ക്രെഡിറ്റ് കാർഡുകൾ അനുവദിച്ചു കൊടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, MSMEകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടവയായിരിക്കണം. MSMEകൾ രജിസ്റ്റർ ചെയ്യുന്നത് ഉദ്യം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലാണ്, ഉദ്യം പോർട്ടൽ. അപ്പോൾ ഈ ഉദ്യം പോർട്ടലിലാണ് MSMEകൾ രജിസ്റ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട MSMEകൾക്ക് 5 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് കാർഡ് സംവിധാനം കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വർഷം തന്നെ 10 ലക്ഷത്തോളം അത്തരത്തിൽ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുമെന്നും ഗവൺമെന്റ് പറയുന്നുണ്ട്. ഫണ്ട് ഫോർ സ്റ്റാർട്ടപ്പ്, ഇനി അടുത്ത് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ഫണ്ട് അനുവദിക്കുമെന്ന് പറയുന്നുണ്ട്. സ്കീം ഫോർ ഫസ്റ്റ് ടൈം ഓൺടർപ്രണേഴ്സ്, ആദ്യമായിട്ട് സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് 2 കോടിയോളം രൂപയുടെ ഒരു പദ്ധതി ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2 crore. അത് എല്ലാവർക്കും അല്ല, സ്ത്രീകൾക്ക്, SC and ST അതുപോലെ സ്ത്രീകൾക്കാണ് ഈ ഒരു 5 ലക്ഷത്തോളം സ്ത്രീകൾ, SC and ST ആദ്യമായിട്ട് ഇത്തരത്തിൽ വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് 2 കോടിയോളം രൂപ ലഭ്യമാക്കും ഈ സ്കീം വഴി എന്ന് പറയുന്നുണ്ട്. ഈ സ്കീം നമുക്കറിയാം, മുന്നേ സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു അല്ലേ? അതേ ആ ഒരു സ്കീമിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു സ്കീം നടപ്പിലാക്കുക എന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട്. ഇനി മെഷേഴ്സ് ഫോർ ലേബർ ഇൻറ്റൻസീവ് സെക്ടേഴ്സ്. ലേബർ ഇൻറ്റൻസീവ് എന്ന് വെച്ചാൽ എന്താ? തൊഴിലാളി കേന്ദ്രീകൃതമായിട്ടുള്ള വ്യവസായങ്ങൾ. അപ്പോൾ അത്തരത്തിൽ തൊഴിലാളി കേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുക്കാൻ ഗവൺമെന്റ് കൂടുതൽ ഫണ്ട് അനുവദിക്കുമെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫുഡ് വെയർ ആൻഡ് ലെതർ ഇൻഡസ്ട്രി, ചെരുപ്പ് നിർമ്മാണം, ലെതർ, തുകൽ നിർമ്മാണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ മേഖലയിൽ കൂടുതൽ ഫണ്ട് അനുവദിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ടോയ് സെക്ടർ, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇന്ത്യനെ ലോകത്തിന്റെ തന്നെ ഒരു ടോയ് ഹബ്ബ്, അതായത് ഈ പറയുന്ന പോലെ കളിപ്പാട്ടങ്ങൾ നിർമ്മാണ മേഖലയിൽ ലോകത്തെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഹബ്ബാക്കി മാറ്റുമെന്നും ഗവൺമെന്റ് പറയുന്നുണ്ട്. ഒരു ഗ്ലോബൽ ഹബ്ബാക്കി മാറ്റും. ഇതുകൂടാതെ നമ്മളൊരു നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ടോയ്സ്, അതായത് ഒരു നാഷണൽ ആക്ഷൻ പ്ലാൻ, കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി ഒരു നാഷണൽ ആക്ഷൻ പ്ലാൻ തന്നെ തുടങ്ങാൻ പോകുന്നു എന്ന് ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ഫോർ ഫുഡ് പ്രോസസ്സിംഗ്, ഈ പറയുന്ന പോലെ ഭക്ഷ്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി, ഓൺടർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ബീഹാറിൽ ആരംഭിക്കുമെന്ന് പറയുന്നുണ്ട്. കണ്ടോ, വീണ്ടും ബീഹാറിന് ഊന്നൽ കൊടുക്കുന്നു. അപ്പോൾ ബീഹാർ തന്നെയാണ് കൃത്യമായിട്ടും ഈ ഒരു ബജറ്റിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്, അത് ബീഹാർ തന്നെയാണ്. നമുക്കറിയാം കഴിഞ്ഞ ബജറ്റിൽ പൂർവോദയ എന്ന് പറയുന്ന ഒരു സ്കീം അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പം നിങ്ങൾ പൂർവോദയ എന്ന് പറയുന്ന സ്കീം അല്ലെങ്കിൽ കഴിഞ്ഞ ബജറ്റിനെ പറ്റി അറിയണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ബജറ്റിന്റെ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ലിങ്കിലോ തന്നെ കമന്റ് ബോക്സിലോ തന്നെ നമ്മൾ പ്രീവിയസ് ഇയറിലെ ബജറ്റിന്റെ വീഡിയോയുടെ ലിങ്കും കൂടെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിരിക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണമെന്നുള്ളവർക്ക് അതും കൂടെ കണ്ടു നോക്കാം. 2024-25 ബജറ്റ്. ഓക്കെ, അപ്പോൾ ആ ബജറ്റിനകത്ത് പൂർവോദയ എന്ന് പറയുന്ന സ്കീമിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റേൺ ഭാഗത്തുള്ള സ്റ്റേറ്റുകളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ബീഹാറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി, ഓൺടർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് കൊണ്ടുവരുന്നത്. ഇനി അടുത്ത് മാനുഫാക്ചറിംഗ് മിഷൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഗവൺമെന്റ്. മാനുഫാക്ചറിംഗ് മിഷൻ, അതായത് മേക്ക് ഇൻ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു മാനുഫാക്ചറിംഗ് മിഷൻ. അതുപോലെ ക്ലീൻ ടെക് മാനുഫാക്ചറിങ്, അതായത് നമ്മുടെ പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള വ്യവസായത്തിന് പ്രോത്സാഹിപ്പിക്കാൻ സോളാർ സെല്ല്, ഇലക്ട്രിക് വെഹിക്കിളിന്റെ ബാറ്ററി, ടർബൈന്, ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ എക്യുപ്മെന്റ്, ഗ്രിഡിന്റെ ബാറ്ററികൾ, ഇലക്ട്രോലൈസേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ക്ലീൻ ടെക് മാനുഫാക്ചറിങ് കൊണ്ടുവരുമെന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട്. ഇനി
അടുത്ത ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് 3 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളെ പറ്റി പറയുന്നുണ്ട്. ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ, ഇൻവെസ്റ്റിംഗ് ഇൻ എക്കണോമി, ഇൻവെസ്റ്റിംഗ് ഇൻ ഇന്നവേഷൻ. അതിനകത്ത് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിളിനകത്ത് സക്ഷം അംഗൻവാടി ആൻഡ് പോഷൻ 2.0, ഇത് കഴിഞ്ഞ ബജറ്റുകൾ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ബജറ്റുകളെ പറ്റി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ കൃത്യമായിട്ടും പറയാൻ പറ്റും എന്താണ് ഈ പറയുന്ന പോലെ സക്ഷം അംഗൻവാടി, അതുപോലെ തന്നെ പോഷൻ 2.0, ഇത് രണ്ടും തന്നെ എന്താ ഈ പറയുന്ന പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളാണ്. ദെൻ ഇപ്പം മറ്റൊരു കാര്യം പറയുന്നുണ്ട്, അടൽ ടിങ്കറിംഗ് ലാബ്. അടൽ ടിങ്കറിംഗ് ലാബുകൾ 50,000 50,000-ഓളം അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ സെറ്റപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ക്യൂരിയോസിറ്റി ആൻഡ് ഇന്നവേഷൻ, അതിനൊപ്പം തന്നെ സയന്റിഫിക് ടെമ്പർ, യുവജനങ്ങൾക്കിടയിൽ യൂത്തിനിടയിൽ സയന്റിഫിക് ടെമ്പർ വളർത്തുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം പറയുന്നത് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയെ പറ്റി, ഇന്റർനെറ്റ് കണക്ടിവിറ്റി, ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളുകളിലും അതുപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് സെന്ററിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി കൊണ്ടുവരുമെന്നും ഗവൺമെന്റ് ഈ ഒരു ബജറ്റിന്റെ ഭാഗമായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇനി ഭാരതീയ ഭാഷാ പുസ്തക് സ്കീം എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മുടെ ഈ പറയുന്ന വിദ്യാഭ്യാസപരമായിട്ടുള്ള റിസോഴ്സസ്, ക്ലാസ് ടെക്സ്റ്റ് ബുക്കുകൾ, അത്തരത്തിലുള്ള നോട്ടുകളെല്ലാം ഉണ്ടല്ലോ, അത് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന അവരുടെ ലോക്കൽ ലാംഗ്വേജിലാക്കി അല്ലെങ്കിൽ മദർ ടങ്ങിലോട്ടാക്കി മാറ്റുക, ഇന്ത്യൻ ലാംഗ്വേജുകളിലാക്കി മാറ്റാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു സംവിധാനം, ഒരു ഡിജിറ്റൽ ഫോമിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. അതുവഴി കുട്ടികൾക്ക് മെച്ചപ്പെട്ട രീതിയിൽ പാഠഭാഗങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ, അതാണ് ഭാരതീയ ഭാഷാ പുസ്തക് സ്കീം. മറ്റൊന്ന് എക്സ്പാൻഷൻ ഓഫ് കപ്പാസിറ്റി ഇൻ IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളുടെ കപ്പാസിറ്റി കൂടുതൽ ഇവർക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കും, നമ്പർ ഓഫ് സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. ദെൻ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ AI ഫോർ എഡ്യൂക്കേഷൻ. നമുക്കറിയാം ഡീപ് സീക്ക് വന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലും ഇത്തരത്തിൽ ഒരു AI ഡീപ് സീക്ക് വന്നതിന് നമുക്കറിയാം ചൈനയുടെ ഡീപ് സീക്ക് വന്നല്ലോ. ഡീപ് സീക്ക് വന്നപ്പോൾ ഇന്ത്യയിലും AI മേഖലയിൽ എന്തെങ്കിലും വിപ്ലവം അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരണമെന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ വാർത്തകളിലെല്ലാം ചർച്ചയിലുണ്ടായിരുന്നു. അപ്പം തന്നെ നമുക്കറിയാം ഗവൺമെന്റ് ബജറ്റിൽ എന്തെങ്കിലും AIക്ക് വേണ്ടി ഉൾപ്പെടുത്തുന്നു. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെന്റർ ഓഫ് എക്സലൻസ്, ഒരു മികവിന്റെ കേന്ദ്രം, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള AIക്ക് വേണ്ടി ഒരു മികവിന്റെ കേന്ദ്രം സെറ്റപ്പ് ചെയ്യുമെന്ന് ഗവൺമെന്റ് പറയുന്നു. ഓൾറെഡി അഗ്രികൾച്ചർ, ഹെൽത്ത് ആൻഡ് സസ്റ്റൈനബിൾ സിറ്റീസിന് വേണ്ടി 2023 ബജറ്റിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കൂടാതെയാണ് ഇപ്പോൾ ഒരു 500 കോടി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള സെന്റർ ഫോർ എക്സലൻസിന് വേണ്ടി AIക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി എക്സ്പാൻഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ വിദ്യാഭ്യാസം എക്സ്പാൻഡ് ചെയ്യുമെന്നും ഇതൊന്ന് ശ്രദ്ധിക്കുക. ഡേ കെയർ ക്യാൻസർ സെന്റർ, എല്ലാ ജില്ലകളിലും ഡേ കെയർ ക്യാൻസർ സെന്റർ തുടങ്ങുന്ന കാര്യം പറയുന്നുണ്ട്. സ്ട്രെങ്തനിങ് അർബൻ ലൈവ്ലിഹുഡ്, അതിനെപ്പറ്റി പറയുന്നുണ്ട്. ദെൻ PM സ്വാനിധി സ്കീം ഫോർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഗിവിംഗ് ദം റെസ്പൈറ്റ് ഫ്രം ഹൈ ഇൻട്രസ്റ്റ് ഇൻഫോർമൽ സെക്ടർ ലോൺസ്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക്, സ്ട്രീറ്റ് വെൻഡേഴ്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ ലോൺ കൊടുക്കുന്ന PM സ്വാനിധി സ്കീമിനെ പറ്റി കഴിഞ്ഞ ബജറ്റുകളിലെല്ലാം പറയുന്നുണ്ട്. അതുപോലെ ഈ ബജറ്റിൽ അവർക്ക് UPI ആയിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ക്രെഡിറ്റ് കാർഡ് സംവിധാനം കൊടുക്കുന്നതിനെ പറ്റിയും ഈ ഒരു സ്കീം ബജറ്റിൽ പറയുന്നുണ്ട്, PM സ്വാനിധി സ്കീം. ഇനി മറ്റൊന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന പോലെ സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഓൺലൈൻ ഡെലിവറി ആപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവരെയാണ് നമ്മൾ ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഗിഗ് വർക്കേഴ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ അസംഘടിത മേഖല, അൺഓർഗനൈസ് സെക്ടറിൽ, പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ ഓൺലൈൻ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഗിഗ് വർക്കേഴ്സ്, അവർക്ക് പ്രത്യേകിച്ച് ജോലിയിൽ സോഷ്യൽ സെക്യൂരിറ്റി ഒന്നും തന്നെ ഇല്ല അല്ലേ. നമ്മൾ റീസെൻ്റ് ആയിട്ടൊരു നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് കണ്ടു അല്ലേ. എന്താണ് ഈ പറയുന്ന ഒരു ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പിൻ്റെ തൊഴിലാളി ഒരു വെള്ളത്തിൽ വീണ് മരണപ്പെട്ട കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വിഷമം വരുന്ന രീതിയിലുള്ളൊരു വീഡിയോയൊക്കെ ആയിരുന്നു, നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവർക്കെന്ന് വെച്ചാൽ സാമൂഹ്യ സുരക്ഷ ഒന്നും തന്നെ ഇല്ല. ഇവരെന്ന് വെച്ചാൽ രാവിലെ ഇല്ല, അതുപോലെ രാത്രി എന്നില്ലാതെ സമയം നോക്കാതെ കൃത്യമായിട്ട് ഫുഡ് ഡെലിവറി ചെയ്യുന്ന തൊഴിലാളികളാണ്. അപ്പോൾ ഇവർക്ക് സാമൂഹ്യ സുരക്ഷ വേണം. അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇത്തവണ അവരെയും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇവർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇവരുടെ കോൺട്രിബ്യൂഷൻ മനസ്സിലാക്കി ഇവർക്ക് ഐഡന്റിറ്റി കാർഡുകൾ അറേഞ്ച് ചെയ്യാനും ഈ ശ്രം പോർട്ടൽ, നമുക്കറിയാം ഈ ശ്രം പോർട്ടലിൽ അൺഓർഗനൈസ് സെക്ടേഴ്സ് എംപ്ലോയീസിന് ഒരു പോർട്ടലാണ്, അവിടെ രജിസ്റ്റർ ചെയ്ത് ഇവർക്ക് ID കാർഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഇവരെ PM ജൻ ആരോഗ്യ യോജന അതിൽ കൊണ്ടുവരും. ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസിൽ ഇവരെ ഉൾപ്പെടുത്തുമെന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട്. അസിസ്റ്റ് നിയർലി 1 crore ഗിഗ് വർക്കേഴ്സ്, ഏകദേശം 1 കോടിയോളം ഇത്തരത്തിൽ ഗിഗ് വർക്കേഴ്സിനെ ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. പറഞ്ഞ് മനസ്സിലായല്ലോ? യെസ്. ഇനി ഇൻവെസ്റ്റിംഗ് ഇൻ എക്കണോമി,
അടുത്ത ഇൻവെസ്റ്റിംഗ് ഇൻ എക്കണോമിക്കകത്ത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, നമ്മുടെ ഈ പറയുന്ന പോലെ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി പൊതു സ്വകാര്യ പങ്കാളിത്തം ഉറപ്പുവരുത്തുമെന്ന് ഗവൺമെന്റ് പറയുന്നു. സപ്പോർട്ട് ഓഫ് സ്റ്റേറ്റ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ, സംസ്ഥാനങ്ങൾക്ക് 1.5 ലക്ഷം കോടിയോളം 50 വർഷത്തേക്ക് പലിശരഹിത വായ്പ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കൊടുക്കുമെന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട്. അസറ്റ് മോണിറ്റൈസേഷൻ, ഇത് പഴയ ഒരു ബജറ്റിനകത്ത് പറയുന്ന ഒരു കാര്യം, 2021 മുതൽ ഗവൺമെന്റ് ആരംഭിച്ച അസറ്റ് മോണിറ്റൈസേഷൻ. ഗവൺമെന്റിന്റെ നിലവിലുള്ള ആസ്തികളെ വിൽക്കുന്നതിന് പകരം അതിന് ഇത്ര വർഷത്തെ കരാർ അടിസ്ഥാനം, ഇപ്പോൾ എയർപോർട്ടൊക്കെ കരാർ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നില്ല, അതുപോലെ ഒരു പദ്ധതിയാണ് അസറ്റ് മോണിറ്റൈസേഷൻ. അങ്ങനെ ഗവൺമെന്റിന് പൈസ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അടുത്ത അതിന്റെ രണ്ടാം ഘട്ടം 2025 മുതൽ 30 വരെയുള്ള രണ്ടാം ഘട്ടം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാത്ത സ്റ്റേഡിയങ്ങൾ, റെയിൽവേ സ്റ്റേഡിയങ്ങൾ, അതുപോലെ എയർപോർട്ടുകൾ, സീപോർട്ടുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇത്ര വർഷത്തെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ കമ്പനികൾക്ക് നോക്കി നടത്താൻ കൊടുക്കുക. ഇനി ജൽ ജീവൻ മിഷൻ 2028 വരെ നീട്ടുമെന്ന് പറയുന്നുണ്ട്. അർബൻ സെക്ടർ റിഫോം, അർബൻ ചലഞ്ച് ഫണ്ട്, അതായത് സിറ്റികളെ ഗ്രോത്ത് ഹബ്ബാക്കി മാറ്റുക, റീഡെവലപ്മെന്റ് സിറ്റി, വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, ഇതിന് വേണ്ടിയിട്ട് 1 ലക്ഷം കോടി രൂപയുടെ ഒരു ഫണ്ട് സെറ്റപ്പ് ചെയ്യുമെന്നും ഗവൺമെന്റ് ബജറ്റിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇനി ന്യൂക്ലിയർ എനർജി മിഷൻ, നമ്മുടെ ആണവോർജ്ജം കുറച്ചുകൂടെ ശക്തിപ്പെടുത്താൻ 2047 വികസിത ഭാരതമായിട്ട് മാറുമ്പോൾ 100 ഗിഗാവാട്ട് ന്യൂക്ലിയർ എനർജി എന്ന് മാത്രം, അതായത് ഈ പറയുന്ന പോലെ ആണവോർജ്ജത്തിൽ നിന്ന് മാത്രം 2047 കൂടി 100 ഗിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. മാത്രമല്ല ഇവിടെ പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖലയുടെ പാർട്ട്ണർഷിപ്പ് ഇവിടെ ഉറപ്പുവരുത്തുക. അതിന്റെ ഭാഗമായി അറ്റോമിക് എനർജി ആക്ടും സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ടും ഭേദഗതി വരുത്തുമെന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട്. ദെൻ ഷിപ്പ് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഷിപ്പ് ബിൽഡിംഗ് ഫൈനാൻസ് അസിസ്റ്റൻസ് പോളിസി എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടെ മാറ്റം വരുത്തുമെന്ന് പറയുന്നുണ്ട്. ലാർജ് ഷിപ്പ് എബോവ് സ്പെസിഫൈഡ് സൈസ്, അതായത് ഒരു നിർദ്ദിഷ്ട സൈസിന് മുകളിലുള്ള ഷിപ്പുകളെ ഹാർമണൈസ്ഡ് മാസ്റ്റർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് പറയുന്നു. ഷിപ്പ് ബിൽഡിംഗ് ക്ലസ്റ്റേഴ്സ് വിൽ ബി ഫെസിലിറ്റേറ്റഡ്, അതായത് ഷിപ്പ് ബിൽഡിംഗ് ക്ലസ്റ്ററുകൾ ഉണ്ടാക്കും. എന്താണ് ഈ പറയുന്ന ഷിപ്പുകളുടെ വലുപ്പത്തിനനുസരിച്ച് ഷിപ്പ് ബിൽഡിംഗ് ക്ലസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യുമെന്നും ഗവൺമെന്റ് പറയുന്നുണ്ട്. മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ട്, നമ്മുടെ മാരിടൈം ഇൻഡസ്ട്രീസ് അതിന്റെ വികസനത്തിന് വേണ്ടി, ഒരു ലോങ് ടേം വികസനത്തിന് വേണ്ടി ഒരു മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. 25,000 കോടിയുടെ ഫണ്ടാണ്. ഈ 25,000 കോടിയുടെ ഫണ്ടിന്റെ പ്രത്യേകത, ഈ ഫണ്ടിൽ 49% ആയിരിക്കും ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ. ബാക്കി 51% എന്ന് പറയുന്നത് പോർട്ടുകൾ, ഈ പറയുന്ന തുറമുഖങ്ങൾ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ആയിരിക്കും അതിന് ആ ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക, മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ട്. ഇനി മറ്റൊന്ന് ഉഡാൻ. നമുക്കറിയാം ഉഡാൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ പാവപ്പെട്ട ആൾക്കാർക്കും വിമാനയാത്ര സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഉഡാൻ കൊണ്ടുവന്നത്. ലോക്കൽ കണക്ടിവിറ്റി, റീജിയണൽ കണക്ടിവിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഉഡാൻ സ്കീം കൊണ്ടുവന്നത്, അല്ലെ? അപ്പൊ ഈ ഉഡാൻ സ്കീമിന്റെ അടുത്ത ഘട്ടം 120 പുതിയ ഡെസ്റ്റിനേഷനുകളും 4 കോടി ആൾക്കാരും അടുത്ത 10 വർഷത്തിനുള്ളിൽ ഈ ഉഡാൻ സ്കീമിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. റീജിയണൽ കണക്ടിവിറ്റി സ്കീം. ഇതിൻ്റെ അകത്ത് ഹെലിപാഡുകൾ, ചെറിയ എയർപോർട്ടുകളുടെ നിർമ്മാണം, നോർത്ത് ഈസ്റ്റ്, ഹില്ലി ഏരിയാസ് തുടങ്ങിയവരുടെയൊക്കെ കണക്ടിവിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതും ഉഡാനിന്റെ ലക്ഷ്യമാണ്. ഇനി അടുത്ത് വീണ്ടും ബീഹാറിന് വേണ്ടി 2 പ്രോഗ്രാമുകൾ. ഗ്രീൻഫീൽഡ് എയർപോർട്ട് പുതിയൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നു, നിലവിലത്തെ എയർപോർട്ടിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുമെന്നും പറയുന്നു. വെസ്റ്റേൺ കോസി കനാൽ മിഥിലാഞ്ചലുമായിട്ട് കണക്ട് ചെയ്ത് 5000 ഏക്കർ കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി മിഥിലാഞ്ചൽ റീജിയൻ പുതിയൊരു കനാൽ ക്രിയേറ്റ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. ദെൻ മൈനിങ് സെക്ടർ റിഫോംസ് കൊണ്ടുവരുമെന്ന് പറയുന്നു. ദെൻ സ്വാമിക് ഫണ്ട് 2, അതായത് സ്വാമിക് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ്. സ്പെഷ്യൽ വിൻഡോ ഫോർ അഫോർഡബിൾ ആൻഡ് മിഡ് ഇൻകം ഹൗസിംഗ്, അതിന്റെ രണ്ടാം ഘട്ടം ഗവൺമെന്റും ബാങ്കുകളും സ്വകാര്യ ഇൻവെസ്റ്റേഴ്സുമായിട്ടൊക്കെ ചേർന്നിട്ട് സ്വാമിക് ഫണ്ട് 2.0 നടപ്പിലാക്കുമെന്നും ഗവൺമെന്റ് പറയുന്നുണ്ട്. അതിന്റെ രണ്ടാം ഘട്ടം വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ട്. ഇനി PM ഗതിശക്തി ഡേറ്റ ഫോർ പ്രൈവറ്റ് സെക്ടർ. ഗതിശക്തി ഡേറ്റ, അതായത് നമുക്ക് ഈ പറയുന്ന പോലെ ഡെവലപ്മെന്റിന് വേണ്ടി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള സ്കീമാണ് PM ഗതിശക്തി യോജന. ആ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഡേറ്റയും മാപ്പുകളും സ്വകാര്യ വ്യക്തികൾക്കും കൊടുക്കുമെന്നാണ് പറയുന്നത്, സ്വകാര്യ സ്ഥാപനങ്ങൾക്ക്. എന്തിനാ? അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി. ടൂറിസം ഫോർ എംപ്ലോയ്മെന്റ് ലെഡ് ഗ്രോത്ത്. ഇന്ത്യയിലെ 50 പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനുകളെ സംസ്ഥാന സർക്കാരുമായിട്ട് ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ വികസിപ്പിക്കുമെന്നാണ് പറയുന്നത്. ടൂറിസം ഫോർ എംപ്ലോയ്മെന്റ് ലെഡ് ഗ്രോത്ത്. മറ്റൊന്ന് ഇൻവെസ്റ്റിംഗ് ഇൻ ഇന്നൊവേഷൻ, റിസർച്ച് ഡെവലപ്മെന്റ് ഇന്നൊവേഷന്റെ ഭാഗമായിട്ട് ഡീപ് ടെക് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്.
PM റിസർച്ച് ഫെലോഷിപ്പ്, അതായത് 10,000-ഓളം PM റിസർച്ച് ഫെലോഷിപ്പ് IIT-കളിലും IISc-കളിലും സാമ്പത്തിക സഹായത്തോടു കൂടി 10,000-ഓളം റിസർച്ച് ഫെലോഷിപ്പുകൾ കൊടുക്കുമെന്നും ഈ ഒരു ബജറ്റിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ജീൻ ബാങ്ക് ഫോർ ക്രോപ്പ് ജേം പ്ലാസം, അതായത് ഈ പറയുന്ന പോലെ ക്രോപ്പ് ജേം പ്ലാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചെടിയുടെ പല ഭാഗങ്ങളും, വിത്തുകൾ അതുപോലത്തെ പല ഭാഗങ്ങളും സ്റ്റോർ ചെയ്യുക. എന്തിനാ? പിന്നീട് മറ്റു പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിൽ ക്രോപ്പ് ജേം പ്ലാസം ജീൻ ബാങ്ക് ആരംഭിക്കുമെന്ന് പറയുന്നു. നാഷണൽ ജിയോസ്പേഷ്യൽ മിഷൻ, നമ്മുടെ ഡേറ്റകളൊക്കെ ഉണ്ടല്ലോ, ലാൻഡ് റെക്കോർഡൊക്കെ മോഡേണൈസ് ചെയ്യുക, ഡിജിറ്റൽ ആക്കുക, അർബൻ പ്ലാനിങ് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാഷണൽ ജിയോസ്പേഷ്യൽ മിഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ദെൻ ഗ്യാൻ ഭാരതം മിഷൻ. ഗ്യാൻ ഭാരതം മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനുസ്ക്രിപ്റ്റുകൾ, കയ്യെഴുത്ത് പ്രതികളുടെ സംരക്ഷണം, അത് ഡിജിറ്റലാക്കി മാറ്റുക. അതിനുവേണ്ടി ഒരു നാഷണൽ ഡിജിറ്റൽ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. 1 കോടിയോളം മാനുസ്ക്രിപ്റ്റുകൾ, കയ്യെഴുത്ത് പ്രതികൾ മ്യൂസിയത്തിലും പല സ്ഥലങ്ങളിലേക്കുള്ള ഇതിനെയൊക്കെ എന്ത് ചെയ്യുക? ഡിജിറ്റലാക്കി മാറ്റി സംരക്ഷിക്കുക എന്നുള്ളതാണ് ഗ്യാൻ ഭാരതം മിഷന്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. ഭാരത് ട്രേഡ് നെറ്റ്, ഇതൊരു ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അതായത് അന്താരാഷ്ട്ര ട്രേഡ്, അന്താരാഷ്ട്ര വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക, അതിനു വേണ്ടി ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ട്രേഡ് പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറയുന്നത്? ഭാരത് ട്രേഡ് നെറ്റ് എന്ന് പറയുന്നത്. അതെന്തിനാണ്? സപ്പോർട്ട് ഫോർ ഇന്റഗ്രേഷൻ വിത്ത് ഗ്ലോബൽ സപ്ലൈ ചെയിൻസ്. ഗ്ലോബൽ സപ്ലൈ ചെയിൻസുമായിട്ട് ചേർന്നിട്ട് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള അന്താരാഷ്ട്ര വ്യാപാരം പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഭാരത് ട്രേഡ് നെറ്റ്. നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ GCC, ഗ്ലോബൽ കപ്പാസിറ്റി സെന്റേഴ്സ്, ടയർ 2 സിറ്റീസ്, എമർജ് ചെയ്ത് വരുന്ന, വളർന്നു വരുന്ന ടയർ 2 സിറ്റീസിൽ GCC സെറ്റപ്പ് ചെയ്യുന്ന കാര്യത്തിനെ പറ്റി പറയുന്നുണ്ട്. വെയർഹൗസ് ഫെസിലിറ്റീസ് ഫോർ എയർ കാർഗോ, നമ്മൾ അറിയാമല്ലോ, ഇപ്പോൾ പെരിഷബിൾ ഗുഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ വിമാനം വഴിയാണ് കയറ്റുമതി ചെയ്യുന്നത് മറ്റു സ്ഥലങ്ങളിലോട്ട്. അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെയർഹൗസിംഗ് ഫെസിലിറ്റിയുടെ അപ്ഗ്രഡേഷനെ പറ്റിയും ഈ ഒരു ബജറ്റിനകത്ത് പറയുന്നുണ്ട്. ദെൻ ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ, നിങ്ങൾ കേട്ടില്ലേ? സിബിൽ സ്കോർ എന്ന് കേട്ടിട്ടില്ലേ? ഒരു വ്യക്തിക്ക് ലോൺ കിട്ടുന്നതും അതുപോലെ തന്നെ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ തീരുമാനിക്കുന്ന സിബിൽ സ്കോർ. അതുപോലെ തന്നെ ഗ്രാമപ്രദേശത്തുള്ള വ്യക്തികൾക്കും ഗ്രാമപ്രദേശത്തുള്ള സ്വയം സഹായ സംഘങ്ങൾക്കൊക്കെ ഒരു ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ, വേഗത്തിൽ ലോൺ കിട്ടാൻ വേണ്ടി ഒരു ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അടുത്ത നാബ്ഫിഡ് ടു സെറ്റപ്പ് പാർഷ്യൽ ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ് ഫെസിലിറ്റി കൊണ്ടുവരുമെന്ന് പറയുന്നു. റീവാംഡ് സെൻട്രൽ KYC രജിസ്ട്രി, സെൻട്രൽ KYC നോ യുവർ കസ്റ്റമർ രജിസ്ട്രി കൊണ്ടുവരും. പുതുക്കിയ നോ യുവർ കസ്റ്റമർ രജിസ്ട്രി 2025 തന്നെ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. റാഷണലൈസേഷൻ ഓഫ് റിക്വയർമെന്റ് ആൻഡ് പ്രൊസീജിയർ ഓഫ് സ്പീഡി അപ്രൂവൽ ഓഫ് കമ്പനി മെർജർ, 2 കമ്പനികൾ കൂടിച്ചേരുന്നതിനാണ് കമ്പനി മെർജർ എന്ന് പറയുന്നത്. ആ പ്രവർത്തനങ്ങളുടെ പ്രൊസീജിയേഴ്സ് എല്ലാം വേഗത്തിലാക്കി മാറ്റുമെന്ന് പറയുന്നുണ്ട്. FDI, ഇപ്പൊ നിലവിൽ ഒരു വിദേശത്തുള്ള ഇൻഷുറൻസ് കമ്പനിക്ക് ഇന്ത്യയിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ 74% ഷെയർ മാത്രമേ വാങ്ങാൻ പറ്റൂ. ഇത് നിലവിൽ 100% പുതിയ ബജറ്റ് പ്രകാരം മാറ്റി. അതിന്റെ അർത്ഥം വിദേശത്തുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ഇവിടെ വന്ന് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? വേറൊരു കമ്പനിയെ പർച്ചേസ് ചെയ്യോ, ഇവിടെ വന്നിട്ട് അവർ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ തന്നെ ഓണർഷിപ്പിൽ ഒരു സ്ഥാപനം തുടങ്ങുകയോ ചെയ്യാം. നേരത്തെ 74% മാത്രമേ പറ്റത്തുള്ളായിരുന്നുള്ളൂ. ക്ലിയർ അല്ലേ? അടുത്ത് ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിനെസ് ഇൻഡെക്സ് ഓഫ് സ്റ്റേറ്റ്, അതായത് ഓരോ സംസ്ഥാനങ്ങളിലും നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നു ഓരോ സംസ്ഥാനം, അതാണ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഒരു സൂചിക, ഇൻഡെക്സ് തയ്യാറാക്കുമെന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിനെസ് ഇൻഡെക്സ് ഓഫ് സ്റ്റേറ്റ് 2025 തന്നെ ഇത്തരത്തിലുള്ളൊരു കോമ്പറ്റീറ്റീവ് ഫെഡറലിസം, കോപ്പറേറ്റീവ് ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഓരോ സ്റ്റേറ്റുകളും എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിനെസ് ഇൻഡെക്സ് തയ്യാറാക്കുമെന്ന് പറയുന്നുണ്ട്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് പലപ്പോഴും ക്വസ്റ്റ്യനിൽ വരുന്ന കാര്യമാണ്, ഗവൺമെന്റിന് 1 രൂപ കിട്ടുമ്പോൾ അത് എവിടെ നിന്നെല്ലാം വരുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ബജറ്റ് പ്രകാരമുള്ള പൈസ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്. ഗവൺമെന്റ് ഏറ്റവും വലിയ വരുമാനം ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റി, 1ാം സ്ഥാനം കടവും മറ്റ് ബാധ്യതകളും. 2 ആദായ നികുതി ഇൻകം ടാക്സ് 22%, 3 GST ആൻഡ് അതർ ടാക്സ്, 4 കോർപ്പറേഷൻ ടാക്സ്. അപ്പം ചോദ്യം, ഇന്ത്യയിലെ ഗവൺമെന്റ് ബജറ്റ് പ്രകാരം ഗവൺമെന്റ് ഏറ്റവും വലിയ 2025-26 ബജറ്റ് പ്രകാരം ഗവൺമെന്റ് ഏറ്റവും വലിയ വരുമാനം കടവും മറ്റ് ബാധ്യതകളും. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാം, ഗവൺമെന്റ് ഏറ്റവും വലിയ നികുതി വരുമാനം ഏതാണ്? അത് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ആദായ നികുതി. ഗവൺമെന്റ് ഏറ്റവും വലിയ വരുമാനം കടവും മറ്റ് ബാധ്യതകളും, ഗവൺമെന്റ് ഏറ്റവും വലിയ നികുതി വരുമാനം ടാക്സ് ഇൻകം ടാക്സ് ആണ്. മനസ്സിലായാലോ? 2ാമത് GST, 3ാമത് കോർപ്പറേഷൻ ടാക്സ്. ക്ലിയർ അല്ലേ?
അപ്പോൾ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് എവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഈ വർഷത്തെ ബജറ്റാണ്. അതുപോലെ തന്നെ എങ്ങോട്ടൊക്കെയാണ് ഈ പൈസ പോകുന്നത്? കഴിഞ്ഞ വർഷത്തിന് മുന്നേ വരെ 2023 വരെ ഏറ്റവും വലിയ ചെലവ് ഗവൺമെൻറ് പലിശ അടവുകളായിരുന്നു. പക്ഷേ ഇത്തവണ സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ് ഗവൺമെൻറ് ഏറ്റവും വലിയ ചിലവ്. അപ്പം ഗവൺമെൻറ് ഏറ്റവും വലിയ ചിലവ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ടാക്സുകളും മറ്റു ഡ്യൂട്ടികളും. 2ാം സ്ഥാനത്താണ് പലിശ അടവുകൾ. കാരണം ഇത്രയും ലോൺ എടുക്കുമ്പോൾ അത്രയും പലിശ കൊടുക്കണ്ടേ, അത് 2ാം സ്ഥാനത്താണ്. പക്ഷെ കഴിഞ്ഞ വർഷം വരെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. കഴിഞ്ഞ വർഷം തൊട്ട് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ് ഏറ്റവും വലിയ ഗവൺമെന്റ് ചെലവ്. ഇനി ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ ഡെഫിസിറ്റുകളെ പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് ചെലവ് കൂടുക എന്നുള്ളതാണ് അർത്ഥം. ഗവൺമെന്റ് വരുമാനം കുറയുന്നു, ചെലവ് കൂടുന്നു. എല്ലാ ഡെഫിസിറ്റുകളും കൃത്യമായിട്ട് കുറച്ചു കൊണ്ടുവരാൻ ഗവൺമെന്റിന് കഴിയുന്നുണ്ട്. നോക്കിയേ, ഇത് 2022-23 ബജറ്റ്, 23-24 ബജറ്റ്, 24-25 റിവൈസ്ഡ് ബജറ്റ്, 25-26 നിലവിലെ ബജറ്റ്. അത് പ്രകാരം 6.4 നിന്ന് നിലവിൽ 4.4 ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി. കഴിഞ്ഞ വർഷം 4.8. അപ്പോൾ നിങ്ങൾ നോക്കിയേ, കൃത്യമായിട്ട് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അത് റവന്യൂ ഡെഫിസിറ്റ് ആണെങ്കിലും നോക്കിയേ, റവന്യൂ കമ്മിയാണെങ്കിലും കുറഞ്ഞു പോകുന്ന കണ്ടില്ലേ. ഇനി പ്രൈമറി ഡെഫിസിറ്റ്, പ്രാഥമിക കമ്മിയാണെങ്കിലും അതുപോലെ തന്നെ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എല്ലാം തന്നെ കൃത്യമായിട്ട് കുറയ്ക്കാൻ ഗവൺമെന്റിന് കഴിയുന്നുണ്ട്. നിങ്ങളിവിടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണ് മനസ്സിലാക്കാനുള്ളത്. 2025-26 ബജറ്റ് പ്രകാരം 4.4 ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ 2024-25 ബജറ്റ് പ്രകാരം 4.8. റിവൈസ് ബജറ്റ് പ്രകാരം 4.8 ധനക്കമ്മി, ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഇനി ഗവൺമെന്റ് പ്രധാനപ്പെട്ട ചെലവുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഏറ്റവും വലിയ ചെലവ് അത് ഡിഫൻസ്. അതായത് ചെലവെന്ന് ഉദ്ദേശിക്കുന്നത് ഏത് മന്ത്രാലയത്തിനാണ് കൂടുതൽ ചെലവാക്കുന്നത്? ഡിഫൻസ്, പ്രതിരോധം. റൂറൽ ഡെവലപ്മെന്റ് 2ാമത്, ഹോം അഫയേഴ്സ് 3ാമത്, അതായത് ആഭ്യന്തരം 3ാമത്, അഗ്രികൾച്ചർ ഉണ്ട്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അർബൻ ഡെവലപ്മെന്റ്, IT, എനർജി, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, സോഷ്യൽ വെൽഫെയർ, സയന്റിഫിക് ഡിപ്പാർട്ട്മെന്റ്. കണ്ടോ, ശാസ്ത്ര മേഖലയ്ക്കും ഗവൺമെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് പ്രധാനപ്പെട്ട ചെലവുകളാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഗവൺമെന്റ് ടാക്സ് പ്രപ്പോസൽസ്, ഈ ബജറ്റിനകത്ത് ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട നികുതി പ്രപ്പോസലുകളെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ കസ്റ്റംസ് താരിഫ് എല്ലാം കുറയ്ക്കുന്നതിനെ പറ്റി ഗവൺമെന്റ് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് LED, LCD TVകളുടെ വില കുറയും, അതിന്റെ ഈ പറയുന്ന സെല്ലുകളുടെ വില കുറയും, ടെക്സ്റ്റൈൽ ലൂമുകൾ, ഈ പറയുന്ന തറികളുണ്ടല്ലോ അതിന്റെ വില കുറയും. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് ഫോർ ലിഥിയം അയോൺ ബാറ്ററി, മൊബൈൽ ഫോണിൽ EVയിലൊക്കെ യൂസ് ചെയ്യുന്ന അയോൺ ബാറ്ററി, അതിന്റെ വില കുറയ്ക്കും. അപ്പോൾ ഇതിനെല്ലാം തന്നെ ഗവൺമെന്റ് നികുതി പരമാവധി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പ്രൊമോഷൻ ഓഫ് MRO, ഈ പറയുന്ന പോലെ എന്താണ്, നമ്മുടെ 10 ഇയർ ഗുഡ്സ് ഷിപ്പ് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, റെയിൽവേ ഗുഡുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പറയുന്ന പോലെ മാനുഫാക്ചറിങ്, റിനോവേഷൻ, ഓവർഹോൾ അതുമായിട്ട് ബന്ധപ്പെട്ട്, ദെൻ എക്സ്പോർട്ട് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡ്യൂട്ടി ഫ്രീ, ഹാൻഡിക്രാഫ്റ്റ്, ഈ പറയുന്ന പോലെ കരകൗശലം, അതുപോലെ ലെതർ ഉൽപ്പന്നങ്ങൾക്കെല്ലാം തന്നെ ഡ്യൂട്ടി ഫ്രീ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദെൻ കുറേ മരുന്നുകൾക്കും ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ട് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. 36ഓളം ഈ പറയുന്ന ജീവൻ രക്ഷാ മരുന്നുകൾ എക്സംപ്റ്റഡ് ലിസ്റ്റ്, ഡ്യൂട്ടി ഒഴിവാക്കിയ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. 6 മരുന്നുകൾക്ക് 5% മാത്രമേ ഇപ്പം ഡ്യൂട്ടി ഉള്ളൂ. 37 മരുന്നുകളും എന്ത് ചെയ്തിട്ടുണ്ട്, എക്സംപ്റ്റഡ് ലിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ റയർ ഡിസീസ്, അപൂർവ രോഗങ്ങൾക്ക്, ക്യാൻസറുകൾക്ക്, സിവിയർ ആയിട്ടുള്ള ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾക്കൊക്കെ ഉള്ള മരുന്നുകൾക്കാണ് ഈ ഒരു എക്സംഷനും കുറഞ്ഞ നികുതിയും ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി ഡയറക്റ്റ് ടാക്സിന്റെ കാര്യം എടുത്താലോ, പ്രത്യക്ഷ നികുതിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിഡിൽ ക്ലാസ്, മധ്യവർഗത്തിനാണ് ഗവൺമെന്റ് ഊന്നൽ കൊടുത്തത്. അതിൻ്റെ അകത്ത് TDS, TCS തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇളവ്, അതായത് അതൊക്കെ എന്ത് ചെയ്തു, അത് ആ ഒരു കംപ്ലയിൻസ് ബേർഡൻ കുറച്ചിട്ടുണ്ട്. വോളണ്ടറി കംപ്ലയിൻസ്, അതുപോലെ തന്നെ ഡിഫിക്കൽട്ടീസ് എല്ലാം കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. റെഡ്യൂസിങ് കംപ്ലയിൻസ് ബേർഡൻ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഇതുവഴി കൂടുതൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക, ബിസിനസ് ചെയ്യുന്ന പ്രോത്സാഹിപ്പിക്കുക, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കുറച്ചുകൂടെ സാധ്യമാക്കാൻ ഗവൺമെന്റ് ഈ ഒരു പ്രപ്പോസലിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ തൊഴിൽ, നിക്ഷേപം, ഇതിനെല്ലാം വർദ്ധിപ്പിക്കുക, ഇതെല്ലാം തന്നെ വളർത്തുക എന്നുള്ളത് ഈ ഒരു ഡയറക്റ്റ് ടാക്സ് പ്രപ്പോസലിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. നമുക്കിതൊന്നുമല്ല മെയിനായിട്ട് നോക്കാനുള്ളത് ഈ ഒരു കാര്യമാണ്. 12 ലക്ഷം രൂപ വരെ നികുതി ഇളവ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ആൾക്കാർക്ക് ഇൻകം ടാക്സ് ഇല്ല. അതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പോൾ 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ആൾക്കാർക്ക് നികുതി ഇളവ് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ സാലറീഡ് എംപ്ലോയി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സാലറീഡ് എംപ്ലോയി ആണെങ്കിൽ
12,00,000 എനിക്ക് സാലറി വഴി മാത്രമേ വരുമാനമുള്ളൂ എന്നുണ്ടെങ്കിൽ 12,70,50,000 രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതി ഇളവ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 12,00,000 രൂപ വരെ ഉണ്ടെങ്കിൽ ഞാൻ നികുതി അടയ്ക്കേണ്ട. അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ 4,00,000 മുകളിൽ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 12,00,000 രൂപ വരെ വരുമാനം കാണിച്ചു കഴിഞ്ഞാൽ അതിന് റിബേറ്റ് കിട്ടും. 87A സെക്ഷൻ 87A പ്രകാരം നിങ്ങൾക്ക് എന്ത് കിട്ടും? റിബേറ്റ് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നികുതിയിൽ നിന്ന് ഒഴിവാകും. അതാണ് പറയുന്നത്. നിങ്ങൾ നികുതി ഫയൽ ചെയ്യേണ്ടെന്നല്ല പറയുന്നത്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടെന്നല്ല, ഫയൽ ചെയ്യണം. ഫയൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 12,00,000 രൂപ വരെ 87A സെക്ഷൻ 87A പ്രകാരം നിങ്ങൾക്ക് റിബേറ്റ് കിട്ടും, തിരിച്ചു കിട്ടും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ മനസ്സിലായല്ലോ? ഇനി അടുത്ത് പുതിയ ടാക്സ് സ്ലാബുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ ടാക്സ് സ്ലാബുകൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ ടാക്സ് സ്ലാബുകൾ നോക്കിയേ. 4,00,000 വരെ നിൽ, ടാക്സ് ഒന്നുമില്ല. 4 മുതൽ 8 വരെ 5%, 8 മുതൽ 12 വരെ 10%, 12 മുതൽ 16 വരെ 15%, 16 മുതൽ 20 വരെ 20%, 20 മുതൽ 24 വരെ 25%, 24 മുതൽ 30%. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, 12,00,000 വരെ നികുതി കൊടുക്കണ്ടല്ലോ, പിന്നെ എങ്ങനെയാ ഈ ഒരു എന്താണ് ഈ പറയുന്ന പോലെ 4,00,000-നൊക്കെ നികുതി കൊടുക്കുന്നത്? അതെന്താ ഉദ്ദേശിക്കുന്നത്? 12,00,000 മുകളിലുള്ള വരുമാനത്തിന്, ഉദാഹരണം എൻ്റെ കയ്യിൽ 15,00,000 വരുമാനം ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് 15,00,000 വരുമാനം ഉണ്ടെങ്കിൽ ആ 15,00,000-ന്റെ ആദ്യത്തെ 4,00,000-ന് 0%, അതിനുശേഷം വരുന്ന അടുത്ത 4,00,000, 4 മുതൽ 8 ലക്ഷത്തിന് 5%, ഒരു 20,000. അതിനുശേഷം വരുന്ന അടുത്ത 4,00,000 എന്താ, 8 മുതൽ 12 വരെയുള്ള 4,00,000-ന് 10%, 40,000. അതിനുശേഷം വരുന്ന അടുത്ത എന്താ 3 ലക്ഷം, 15,00,000 വരുമാനം, 3,00,000-ന് 15%. അങ്ങനെ ഇത് മുഴുവനായിട്ട് ചേർത്ത് കിട്ടുന്ന എമൗണ്ട് ആണ് ഞാൻ ടാക്സ് ആയിട്ട് കൊടുക്കുക. അല്ലാതെ 12,00,000 ഉള്ള ആൾ വരുമാനം കൊടുക്കണമെന്നല്ല പറയുന്നത്, നികുതി കൊടുക്കണമെന്നല്ല പറയുന്നത്. പകരം എന്താ, എനിക്ക് 12,00,000-ന് മുകളിൽ വരുമാനം ഉണ്ടെങ്കിൽ ആ വരുമാനത്തിന് ഞാൻ ഈ പറയുന്ന സ്ലാബുകളായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ സ്ലാബിലും ഞാൻ എന്ത് ചെയ്യണം? ഇത്ര ശതമാനം വീതം നികുതി കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ നികുതി ഞാൻ ഗവൺമെന്റിന് പേ ചെയ്യണം. അതാണ് ടാക്സ് സ്ലാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ 12,00,000 വരെ വരുമാനമുള്ളവർ ഇത്തവണ നികുതി കൊടുക്കേണ്ട കാര്യമില്ല. ഇനി TCS TDS എന്ത് ചെയ്തിട്ടുണ്ട്? റാഷണലൈസ് ചെയ്തിട്ടുണ്ട്, ഡിഫിക്കൽട്ടീസ് എല്ലാം മാറ്റിയിട്ടുണ്ട്. എന്താണ് TDS എന്ന് വെച്ചാൽ? ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. TCS എന്ന് വെച്ചാൽ എന്താ? ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. അതാണ് TCS എന്ന് പറയുന്നത്. TDS എന്ന് വെച്ചാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, TCS ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ടാക്സ് ഡിഡക്ഷൻ സീനിയർ സിറ്റിസൺസിൻ്റെ 50,000 മുതൽ 1,00,000 വരെ ആക്കി മാറ്റിയിട്ടുണ്ട് ടാക്സ് ഡിഡക്ഷൻ. ആനുവൽ ലിമിറ്റ്, അതായത് റെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 2,40,000 ഉണ്ടെങ്കിൽ വരെ എൻ്റെ കയ്യിൽ നിന്ന് TDS കളക്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അത് 6,00,000 ആക്കി ഉയർത്തിയിട്ടുണ്ട്. എൻകറേജിങ് വോളണ്ടറി കംപ്ലയൻസ്, എക്സ്റ്റൻഷൻ ഓഫ് ടൈം ലിമിറ്റ് ടു ഫയൽ അപ്ഡേറ്റഡ് റിട്ടേൺ. അതായത് മുന്നേ ഞാൻ നികുതി അടയ്ക്കാൻ റിട്ടേൺ ഫയൽ ചെയ്യാൻ വൈകി പോയിട്ടുണ്ടെങ്കിലോ മറന്നു പോയിട്ടുണ്ടെങ്കിലോ എനിക്ക് 2 വർഷം പുറകെയുള്ള റിട്ടേൺ മാത്രമേ ഫയൽ ചെയ്യാൻ പറ്റൂ. ഇനി മുതൽ 4 വർഷം വരെ പുറകെയുള്ള അപ്ഡേറ്റഡ് റിട്ടേൺസ് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഫയൽ ചെയ്യാൻ വേണ്ടി അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇനി പുതിയ ടാക്സ് റിഫോംസിന്റെ ഭാഗമായിട്ട് പുതിയ ഇൻകം ടാക്സ് ബിൽ ഈ വരുന്ന ആഴ്ച തന്നെ, അടുത്ത ആഴ്ച തന്നെ എന്ത് ചെയ്യും? ഗവൺമെന്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും ധനകാര്യമന്ത്രി സ്പീച്ചിനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 2025-26 യൂണിയൻ ബജറ്റിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പരമാവധി ഇവിടെ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്